Hey guys, it's me Royal and welcome back to another video for YouTube channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണല്ലേ നമുക്കെല്ലാവർക്കും. നമ്മൾ ഒരുമാതിരി എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഒരു 90% പേരും അതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ മൊബൈൽ ഫസ്റ്റ് എടുക്കണു, പിന്നെ ജസ്റ്റ് ഒന്ന് ബെഡ് ചെയ്ത് എണീറ്റ് വന്നു, അത് കഴിഞ്ഞ് നേരെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീൻ ടൈം കാരണം നമ്മുടെ ഉണ്ടാവുന്ന എന്താ പറയുക നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. Okay, so let's get into it, okay. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 20 മിനിറ്റ്സ് നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 20 സെക്കൻഡ് നമ്മൾ അവിടെ നിന്ന് കണ്ണ് മാറ്റണം. അതായത് ഒരു 20 സെക്കൻഡെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ണ് അവിടെ നിന്ന് മാറ്റി വേറൊരു ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ബ്ലിങ്ക് ചെയ്യണം. അതായത് ഒരു മിനിറ്റിൽ 18 തവണ എന്തോ ബ്ലിങ്ക് ചെയ്യണം. അങ്ങനത്തെ സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ 18 തവണയെങ്കിലും നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ ബ്ലിങ്ക് ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കണ്ണിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എൻഷുർ ദ റൂം ഈസ് വെൽ ലൈറ്റ്. ഓക്കെ, അതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ റൂമിൽ നല്ല രീതിക്ക് ലൈറ്റ് കൊടുക്കുക. ലൈറ്റ് കൊടുക്കാതിരിക്കരുത്. അതായത് നമ്മുടെ ഡിസ്പ്ലേയുടെ ലൈറ്റ് മാത്രം നോക്കിയിരിക്കരുത്. നമുക്കൊരു നല്ല ട്യൂബ് ലൈറ്റോ ഒരു നല്ലൊരു LED ബൾബ് എങ്ങാനും റൂമിൽ നല്ല അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള LED ബൾബോ ട്യൂബ് ലൈറ്റ് എങ്ങനെ കത്തിച്ചിട്ടിട്ട് വേണം മൊബൈലും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ എന്നാണ് ഈ പറയാവുന്നത്. വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഡാമേജ് വരും, അല്ലെങ്കിൽ അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല വെളിച്ചമുള്ള റൂമിലിരുന്നിട്ട് മൊബൈലും ഡിസ്പ്ലേ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ TV കാണുമ്പോൾ നമ്മുടെ അടുത്ത് അമ്മമാരും അമ്മൂമ്മമാരൊക്കെ പറയൂലേ TVയുടെ അടുത്ത് പോയിട്ടിരുന്ന് TV കാണില്ലെന്ന് വെച്ചാൽ കുറച്ച് ദൂരത്തിരുന്ന് കാണാൻ പറയും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TVയുടെ ബ്ലൂ ലൈറ്റ്സ് നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് അടിക്കും. ഓക്കെ, പക്ഷെ എന്നാലും ഈ TV ഒരുപാട് ദൂരത്തിരുന്ന് കാണുന്നതും നമ്മുടെ കണ്ണിന് നല്ലതല്ല, അറിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ TV നമുക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. TVയിൽ ഇപ്പോൾ എസ്പെഷ്യലി ന്യൂസൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അടിയിലുള്ള എന്തെങ്കിലുമൊക്കെ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ നമ്മൾ വായിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളത് വായിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് ദൂരം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് അടുത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു മിഡ് റേഞ്ച് ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് വേണം ഇതൊക്കെ ഇരുന്ന് കാണാനും വായിക്കാനും. ഓക്കെ, അപ്പോൾ അതെന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് മൊബൈലാണെങ്കിലും മൊബൈലിന് ഒരു 16 ഇഞ്ചസ് എങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് ദൂരത്ത് പിടിക്കാനും പാടില്ല, അത്ര അടുത്ത് പിടിക്കാനും പാടില്ല. ഒരു 16 ഇഞ്ചസ് ഡിസ്റ്റൻസിലൊക്കെ ഇട്ട് പിടിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലൊക്കെ ഒരു ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ മിക്കവരുടെ ഫോണുകളിൽ ഇപ്പോൾ ഐ കംഫർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഐ കംഫർട്ട് എന്നുള്ള ഓപ്ഷൻ വളരെ ഒരു നല്ല ഓപ്ഷനാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് കൂടുതൽ നേരം സ്ക്രീൻ ടൈം കിട്ടുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ നേരം സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഐ കംഫർട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. അതൊരു യെല്ലോയിഷ് കളറാക്കും നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു കളറിനെ. അതിപ്പോൾ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കൽ കുറയ്ക്കും, അതാണ് സംഭവം. അപ്പോൾ അത് എല്ലാവരും പറ്റുന്നവരൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി റീഡ് ചെയ്യാറുള്ളവരൊക്കെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും PDF വായിക്കുമോ എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യുമ്പോൾ ഉള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുക. ഓക്കെ, ഐ കംഫർട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ബ്രൈറ്റ്നസ് ഒരുപാട് കൂട്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരുപാട് കുറച്ചിടാനും പാടില്ല. ഒരു 30 to 50 ഇടയ്ക്ക് അല്ലെങ്കിൽ 30 to 40. ഓക്കെ, 30 to 40% അടുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ AMOLED ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര എന്തായാലും മതി. ഒരു LCD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി കൂട്ടാം, ഒരു 50 അടുത്തൊക്കെ പോകാൻ വേണമെങ്കിൽ. അതിൽ കൂടുതലൊന്നും പോകേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇൻഡോറിലായിരിക്കും നമ്മൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യാൻ ചാൻസ്. ഇപ്പോൾ ഔട്ട്ഡോറിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഇൻഡോറിലാണെങ്കിൽ മാക്സിമം ഇത്രയും ബ്രൈറ്റ്നസ് യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മുടെ കണ്ണിന് ഡാമേജ് ആവും. പിന്നെ അടുത്തതായിട്ട് മാക്സിമം ഐ ബ്ലിങ്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ബ്ലിങ്ക് ചെയ്യണം, ഐസ് ബ്ലിങ്ക് ചെയ്യാതിരിക്കരുത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യാൻ നോക്കുക. കണ്ണ് നമ്മുടെ ബ്ലിങ്ക് ചെയ്യാതിരിക്കരുത്. ബ്ലിങ്ക് ചെയ്യാതിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു റിഫ്രഷ് ചെയ്യണ പോലെയാണ് നമ്മുടെ ഐസ്. ഓക്കെ, അതായത് ബ്ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐസ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. നമ്മുടെ ഡിസ്പ്ലേ ഒന്ന് റിഫ്രഷ് ചെയ്യില്ല, നമ്മൾ റിഫ്രഷ് ചെയ്യില്ല. മറ്റേ വിൻഡോസിൻ്റെ ഹോം സ്ക്രീനിലൊക്കെ വന്നിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യാറുണ്ടല്ലോ, എല്ലാം ഒന്ന് ഒരു ഇതായി വരാൻ വേണ്ടി. അതിന് ആ ഒരു ഇതിന് വേണ്ടി തന്നെയാണ്, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ കണ്ണിനും. ഓക്കെ, നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ബ്ലിങ്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ചെയ്യാത്തവർ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഒരു അവയർനെസ് ആയിട്ട് എല്ലാവരും എടുത്തോളും. ചിലപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കാം മേ ബി. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ 6 മണിക്കാണ്.